7 ഔലിയാക്കളെ സ്നേഹിച്ചിട്ട് ഒരു നാളെ സ്വർഗത്ത് പോയാൽ ഔലിയാക്കളായ മനുഷ്യന്മാരെ സ്നേഹിച്ച മനുഷ്യന് ഉമ്മത്ത് മുഹമ്മദ്പ്പെട്ടവര് അതൊരു നായ മാത്രമാണെങ്കിൽ തരക്കടില്ല. ഹുദ്ഹുദ് എന്ന സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് വേണ്ടി അങ്ങോട്ട് പറക്കും ഇങ്ങോട്ട് പറക്കും. ഒരു മരക്കൊത്തി നാളെ സ്വർഗത്ത് പോയാൽ കണ്ണിയത്ത് ഉസ്താദിനും ശംസുലമിക്ക് വേണ്ടി കാർ എടുത്തിട്ടും ബൈക്ക് എടുത്തിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുന്ന ചെറുപ്പക്കാരെവിടെയാണ്? അസ്ഹാബുൽ കഹ്ഫിന്റെ നായ സ്വർഗത്തില്. ഇവിടെ അസ്ഹാബുൽ കഹ്ഫിന്റെ നായനെ പിൻപറ്റാൻ ആ സമുദായത്തിനോട് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ കാര്യമായിട്ട് തെളിവ് പറഞ്ഞ സംഗതിയ കൗമിനോട്. അസ്ഹാബുൽ കഹ്ഫിന്റെ നായ സ്വർഗത്തിലല്ലേ, അത് ഔലിയാക്കളെ സ്നേഹിച്ചതുകൊണ്ടല്ലേ. അപ്പൊ നിങ്ങളിങ്ങനെ സ്നേഹിച്ച് നടന്നാ മതി, മനസ്സിലായോ? അസ്ഹാബുൽ കഹ്ഫിന്റെ നായ മാത്രല്ല, സുലൈമാൻ നബിക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ ഹുദ്ഹുദ് എന്നുള്ള പക്ഷി സ്വർഗത്തിലാണ്. അപ്പൊ കണ്ണിയത്ത് ഉസ്താദിനും വേണ്ടിയിട്ടും ഈക്കും വേണ്ടിയിട്ടും കാന്തപുരത്തിനും വേണ്ടിയിട്ടും കാർ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയണ നമ്മളും എന്തായാലും സ്വർഗത്ത് കിടക്കുന്നു. ഇതാണ് അവർ കൗമിനോട് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഔലിയാക്കളെ സ്നേഹിച്ചൊക്കെ നടന്നാൽ മതി, എന്നാ ഓല കോന്തലും പിടിച്ചിട്ട് സ്വർഗത്തേക്കാണ് കയറാനാണ് ഇവർ 1 നൂറ്റാണ്ട് കാലം ഈ സമുദായത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. മനസ്സിലായോ? ഇനിയിപ്പോ അസ്ഹാബുൽ കഹ്ഫിന്റെ നായ ആരാ? ആ നായനെ കൊടുത്ത് മാത്രമല്ല വേറെയും ഗുണമുണ്ട്. ഇപ്പൊ മറ്റേ മൊല്ലുണ്ടല്ലോ, മൂത്തയടത്തുകാരൻ കാസിമി, ഓനതാ നായന്റെ പേരും വിലാസൊക്കെ പുറത്തു വിട്ടേക്കണ്. ഇത്രയും കാലം ആ നായന്റെ പേര് ആർക്കും അറിയായിരുന്നു. ആ നായന്റെ പേര് ഓൻ പുറത്തിട്ടിട്ടുണ്ട്. ആ പേര് കൊണ്ടുള്ള ഉപയോഗം ഓൻ പറഞ്ഞു നോക്കി. വീട്ടിൽ രാത്രി വാതിലടക്കുന്ന നേരത്ത് പുറം വാതിലിൻ്റെയും അകം വാതിലും അടക്കുന്ന നേരത്ത് വാതിലിൻ്റെ മുകളിൽ മർനോഷ് എന്നെഴുതുന്നത് നല്ലതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മർനോഷ് എന്നെഴുതിയാൽ ആ വീട്ടിലേക്ക് കള്ളന്മാർ പ്രവേശിക്കൂല. മർനോഷ് എന്നത് ആരാണെന്നറിയോ? ബഹുമാനപ്പെട്ട അസ്ഹാബുൽ കഹ്ഫിലെ കാവൽക്കാരനാണ്. അവരുടെ പേരാണ്, മറക്കരുത്, മർനോഷ്. ഇത് നിങ്ങൾക്ക് ഞാൻ സമ്മതം തന്നിരിക്കുന്നു. എനിക്ക് എൻ്റെ ഷേഖ് സമ്മതം തന്ന പ്രകാരം നിങ്ങൾക്കു ഞാൻ സമ്മതം നൽകിയിരിക്കുന്നു. ജിന്നുകളിൽപ്പെട്ട ഒരു മഹാനായ നേതാവാണ് ഈ വിഷയത്തിൽ എൻ്റെ ഷേഖ്. അവരിൽ നിന്ന് കിട്ടിയ ഇൽമാണത്. ഒരു ഉപദ്രവത്തിനും ആ വീട്ടിൽ ആ രാത്രി കഴിയൂല. വാതിലടക്കുന്ന നേരത്ത് മർനോഷ്, മർനോഷ്, മീമ് റാ വിരൽ കൊണ്ട് എഴുതുക, വേറൊന്നുകൊണ്ട് എഴുതരുത്. വലത്ത് കൈയിൻ്റെ ചൂണ്ടുവിരൽ കൊണ്ട് കൂട്ടി എഴുതുക. മീമ് റാ മർ, നൂന് വാവ്, മർ നൂഷ്. ഷ് സീനല്ല, 3 പുള്ളിയുള്ള ഷീന്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മർനൂഷ്. ഗൾഫിലൊക്കെ പോകുന്നവർ പെണ്ണുങ്ങളോട് അങ്ങനെ കൽപ്പിക്കുക. എല്ലാ രാത്രിയിലും ആ വീട്ടിൽ സന്തോഷത്തിൽ ഉറങ്ങാൻ ഒന്നും സംഭവിക്കില്ല, പേടിക്കല. മുജറബാണ് മർനൂഷ്. പരീക്ഷിച്ച് അനവധി ആളുകൾക്ക് ഫലം കിട്ടിയതാണ്. ആ പ്രദേശത്ത് പലയിടത്തും കള്ളം കയറിയാലും അവിടെ കയറില്ല. അസ്ഹാബുൽ കഹ്ഫിന്റെ കാവൽക്കാരൻ അതാ നായായിരിക്കുമല്ലോ. വേറെ അസ്ഹാബുൽ കഹ്ഫിന്റെ കൂടെ വേറെ ആളായിട്ട് നമ്മൾ അറിയില്ല. അപ്പൊ ചുരുക്കി പറയാം, അതിന്റെ കാവൽക്കാരൻ മർനൂഷ്. ഇനി എല്ലാവരും വീടിന്റെ വാതിലിന്റെ മുമ്പിൽ ഇങ്ങനെ മർനോഷിന് എഴുതിക്കൊണ്ട് ഇങ്ങനെ വിരലുകൊണ്ട് ഇങ്ങനെ മർനോഷിന് എഴുതുക. എങ്ങനെ ഉണ്ടാവും? ഇത് എവിടുന്ന് കിട്ടിയതുമാണ്? ജിന്നുകളിൽപ്പെട്ടവന്റെ ഷെയ്ഖ് പറഞ്ഞിടത്താണ്. നമ്മൾ മുമ്പ് തന്നെ പറഞ്ഞിട്ട് ഇച്ചങ്ങായിക്ക് ഷെയ്ത്താനായിട്ട് ബന്ധമുണ്ടെന്നുള്ളത്. ജിന്നുകളിൽപ്പെട്ട ഷെയ്ഖ്. അപ്പൊ ആ ഷെയ്ഖ് ഇവന്റെ അടുത്ത് ഇങ്ങനെ കുറു പറഞ്ഞ കാതിൽ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. അതിനനുസരിച്ചാണ് ഈ ചങ്ങായി ഭക്ഷണത്തരങ്ങൾ കേരളത്തിൽ വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. ദീനിന് വിരുദ്ധമായ കാര്യങ്ങള് ഇക്കണ്ട കാലം അത്രയും മുസ്ലിം ഉമ്മത്തിന് കേട്ടുപരിചയമില്ലാത്ത പുതിയ പുതിയ ഗവേഷണങ്ങള്, കണ്ടെത്തലുകള്, അതൊക്കെ പുറത്തു വിടുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാ? ഈ വക ജിന്നിൽപ്പെട്ട ഈ ശൈത്താന്മാര് ഇവന്റെ ചൂട്ടിലിങ്ങനെ കുറു കാശ്മീർ പറഞ്ഞൂടെ, കാശ്മീർ ഇത് പറഞ്ഞൂടെ, ഈ പൊട്ടത്തരം പറഞ്ഞൂടെ, ആ പൊട്ടത്തരം പറഞ്ഞൂടെ, പൊട്ടന്മാരായ കൊമ്പ് മുമ്പിലുണ്ടല്ലോ എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും ജിന്നിൽപ്പെട്ട ഇവന്റെ ഷെയ്ഖ്. ഏതെങ്കിലും ശൈത്താന്മാര് അതിന്റെ അടിസ്ഥാനത്തിൽ മർനോഷ്. കേരളത്തിലെ സമസ്തക്കാർ ഇന്ന് വരെ കേട്ടിട്ടുണ്ടോ ഈ മർനോഷ് എന്നുള്ള സാധനം? ഇവന് എവിടുന്ന് കിട്ടിയത്? ഇവന് ശൈത്താൻ ഇൽഹാം കൊടുത്തത്. അപ്പൊ ഇതൊക്കെയാണ് കൗമിനെ പോലും പഠിപ്പിച്ചു കൊടുക്കണ്ടേ. ഇത്രയും കാലം ഒരു കൗമിനെ പഠിപ്പിച്ചു കൊടുത്തത് എന്തായിരുന്നു? വീട്ടിൽ കള്ളം കയറാതിരിക്കാന് അസ്മാഉൽ ബദർ, ബദരീങ്ങളെ പേര് എഴുതിച്ചാൽ മതി. അങ്ങനെ ബദർമാലിയിലും ബദർമൗലിലും അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. അത് എഴുതിച്ചപ്പോ കള്ളന്മാര് പേടിച്ചു ഓടിയതും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ മൗലിദ് കിതാബിലുണ്ട്. അപ്പോ അസ്മാഉൽ ബദർ എക്സ്പയർ ആയിപ്പോ അതിന്റെ കാലാവധി കഴിഞ്ഞോ? ആ കറാമത്തിന്റെ കാലാവധി കഴിഞ്ഞോ? ഇപ്പൊ പുതിയത് വന്നാണ് മർനോഷ്. എന്ത് ജാതി ഹമാക്കത്തുകളാണ് ഈ ചങ്ങായിമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയോടും നിങ്ങളെ കൗമ നന്നാകുക? നിങ്ങളെ സമസ്ത ഉണ്ടാക്കിയെടുത്ത ഒരു കൗമാണ് ഇത്.